എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 12-13 വാക്യങ്ങൾ. യോഹന്നാൻ 12-13. പിറ്റേന്ന് പെരുന്നാൾക്ക് വന്ന ഒരു വലിയ പുരുഷാരം യേശു യെരുശലേമിലേക്ക് വരുന്നുവെന്ന് കേട്ടിട്ട് ഈത്തപ്പനയുടെ കുരുത്തോല എടുത്തും കൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു. ഹോശന്ന, ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് ആർത്തു. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. യെരുശലേമിലേക്കുള്ള യേശുവിന്റെ എഴുന്നള്ളത്തിനെയാണ് 12-ാം അധ്യായത്തിന്റെ 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. യഹൂദന്മാരെ നിശ്ചയമായും ആചരിക്കേണ്ട 3 പെരുന്നാളുകൾ ആയിരുന്നു പെസഹായും കൂടാര പെരുന്നാളും പെന്തക്കോസ്തും. പെസഹ പെരുന്നാൾ നാളുകളിൽ യെരുശലേം നഗരം ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. അടിമത്തത്തിന്റെ നാട്ടിൽ നിന്നും സ്വതന്ത്ര ഭൂമിയിലേക്ക് തങ്ങളെ വിടുവിച്ച് നടത്തിയതിൻ്റെ ഓർമ്മയുണർത്തുന്ന പെരുന്നാൾ വളരെ ജീവിതഗന്ധിയായി അവരാഘോഷിച്ചു. ഈ വേദഭാഗം പൊതുവായി യേശുവിൻ്റെ യെരുശലേമിലേക്കുള്ള രാജകീയ പ്രവേശനമെന്നാണ് അറിയപ്പെടുന്നത്. ഈ ഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ 3 കാര്യങ്ങൾ പങ്കുവയ്ക്കാം. 1, പെസഹ പെരുന്നാൾ ആചരിക്കുന്നതിന് യെരുശലേമിലേക്ക് വന്നവർ ലാസറിനെ മരിച്ചവരുടെ നിന്ന് എഴുന്നേൽപ്പിച്ച യേശു യെരുശലേമിലേക്ക് വരുന്നുണ്ടെന്നറിഞ്ഞ് ആവേശം കൊണ്ടു. ബെഥാനിയയിൽ നിന്ന് യേശുവിനെ അനുഗമിച്ചു വന്നവരും യെരുശലേമിൽ പെരുന്നാളിൽ സംബന്ധിക്കുന്നവരുമായ ഒരു നല്ല പുരുഷാരം അവിടെ ഒരുമിച്ചു കൂടി. ഒരു കഴുതക്കുട്ടിയുടെ പുറത്തിരുന്നാണ് യേശു യെരുശലേമിലേക്ക് യാത്ര ചെയ്തു വന്നത്. ഉത്സവത്തിന്റെ ആഘോഷ തിമിർപ്പുകളിൽ നിന്നും ജനശ്രദ്ധ യേശുവിങ്കലേക്കായി. യേശുവിൻ്റെ പിന്നാലെ പോകുന്നവരെ തടയാൻ യാതൊരു മാർഗവും കാണാതെ യഹൂദ മതമേധാവികൾ ആശങ്കാകുലരായി തീർന്നു. ബാഹ്യമായ ഉത്സവ കാഴ്ചകളിൽ നിന്നും നമ്മുടെ ശ്രദ്ധ ജീവന്റെ നാഥനായ യേശുവിങ്കിലേക്ക് തിരിയേണ്ടത് അനിവാര്യമാണ്. യഥാർത്ഥത്തിൽ ജീവിതം തളർച്ചകളില്ലാത്ത ആഘോഷമാക്കി മാറ്റുന്നത് യേശു മാത്രമാണ്. 2, യേശുവിനെ ജനങ്ങൾ നഗരത്തിലേക്ക് സ്വീകരിച്ചാനയിച്ച രീതി വളരെ ശ്രദ്ധേയമായിരുന്നു. കുരുത്തോലകൾ എടുത്തുകൊണ്ടാണ് അവർ യേശുവിനെ അഭിവാദ്യം ചെയ്തത്. ഹോശന്ന എന്ന പല്ലവിയാണ് അവരുടെ വായികളിൽ നിന്നും വീണത്. എബ്രായ ഭാഷയിൽ ഈ പദത്തിന്റെ അർത്ഥം ഇപ്പോൾ രക്ഷിക്ക എന്നാണ്. ഒരുപക്ഷെ നല്ല ഒരുപറ്റം ആളുകൾ വിചാരിച്ചത് യേശുവിൻ്റെ ഒരു പ്രത്യേകതരം രാഷ്ട്രീയ ഇടപെടൽ ഉടൻ സംഭവിക്കുമെന്നും റോമൻ അടിമത്തത്തിൽ നിന്നും അവർ വിടുവിക്കപ്പെടുമെന്നുമായിരുന്നു. ഒരുപക്ഷെ തൻ്റെ ചുറ്റും ആർത്തു വിളിക്കുന്ന ജനസഞ്ചയത്തിൻ്റെ ആർപ്പുവിളികൾ കുരിശിൻ്റെ പാത വിട്ട് ഒരു ദേശീയ രാഷ്ട്രീയ നേതാവിൻ്റെ കുപ്പായം അണിയുന്നതിന് യേശുവിന് പ്രലോഭനം നൽകാൻ സാധ്യത ഉള്ളതായിരുന്നു. എന്നാൽ താൻ എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടതെന്ന ധ്യാനം യേശുവിൽ സജീവമായി നിലനിന്നു. തനിക്ക് അനുഭവിക്കാനുള്ള കുരിശിൻ്റെ സഹന വഴികൾ തൻ്റെ മുൻപിൽ ജ്വലിച്ച് നിന്നിരുന്നത് കൊണ്ട് ദൗത്യപാതയിൽ നിന്നും യേശുവിനെ പിന്മാറ്റുന്നതിന് ഒരു പ്രലോഭനത്തിനും കഴിഞ്ഞില്ല. 3, 17, 18 വാക്യങ്ങൾ യേശു ലാസറിനെ ഉയിർപ്പിച്ച സംഭവത്തെക്കുറിച്ച് ജനങ്ങൾ സാക്ഷ്യം പറയുന്നു എന്നതാണ്. ഈ അത്ഭുതം യേശു ചെയ്തുവെന്ന് ജനങ്ങൾ അറിയുക കൊണ്ടാണ് അവർ യേശുവിനെ കാണാൻ പുറപ്പെട്ടു വന്നത് എന്ന് യോഹന്നാൻ വ്യക്തമാക്കുന്നു. എല്ലായ്പ്പോഴും അത്ഭുത പ്രവർത്തികൾ ചെയ്ത് തങ്ങളെ അത്ഭുതങ്ങളുടെ മുൻമുനയിൽ യേശു നിർത്തണമെന്നവർ ആഗ്രഹിച്ചു. എന്നാൽ പുരുഷാരത്തിൻ്റെ വിവിധ ശബ്ദങ്ങൾക്കും വൈകാരികതയ്ക്കും ഉപരിയായാണ് യേശു ചിന്തിച്ചതും പ്രവർത്തിച്ചതും. ഇത്തരം വൈകാരികതകൾ സ്ഥായിയായി നിലനിൽക്കുന്നവയല്ല എന്ന് യേശു അറിഞ്ഞിരുന്നു. യേശുവിന് ഹോശന്ന പാടിയവരാണ് ചില മണിക്കൂറുകൾക്ക് ശേഷം അവനെ ക്രൂശിക്ക എന്ന് ആർത്തു പറഞ്ഞത്.
ഒരു ജനക്കൂട്ടത്തിൻ്റെ വിരോധാഭാസ മനഃശാസ്ത്രമായി നമുക്ക് മനസ്സിലാക്കാം. പിൻപറ്റുന്നവർക്ക് യേശുവിനോട് യഥാർത്ഥത്തിലുള്ള വിശ്വാസ സമർപ്പണത്തിൽ പ്രവേശിക്കാൻ കഴിയും എന്ന് കരുതേണ്ടതില്ല. അവരുടെ ആവശ്യങ്ങൾ പലതാണ്. പ്രോഗ്രാമുകളുടെ നടത്തിപ്പും അവയുടെ ബാഹ്യ പ്രൗഢികളും നമ്മുടെ ശ്രദ്ധയെ യേശുവിൽ നിന്ന് മാറ്റിക്കളയുന്നുണ്ടോ എന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജീവിതത്തിൻ്റെ യഥാർത്ഥ ആഘോഷം യേശു ബന്ധത്തിലാണ് ഉണ്ടാകേണ്ടത്. ജീവിത നിയോഗങ്ങളുടെ സഹനപാതകൾ സൗകര്യപ്രദമായ മറ്റ് ദർശനങ്ങളുടെയും പ്രായോഗികതയുടെയും പേരിൽ ഉപേക്ഷിച്ച് ലോകം നൽകുന്ന ശൈലികൾ പിന്തുടരാൻ ഒരുപക്ഷെ പ്രലോഭനമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൽ നിന്ന് ഒഴിഞ്ഞ് മാറണം എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. യേശുവിനെ കേവലം ഒരു അമാനുഷിക അത്ഭുത പ്രവർത്തകനായി കാണാനുള്ള പ്രവണത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് തിരുത്തണം. ജീവിത രൂപാന്തരം എന്ന അത്ഭുതം സംഭവിക്കുന്നതാണ് ജീവിത സാഫല്യമെന്ന് തിരിച്ചറിയണം. യഥാർത്ഥത്തിലുള്ള ഒരു വിശ്വാസ സമർപ്പണം നമുക്ക് യേശുവിനോട് ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ക്രൂശിൻ്റെ പാതയിൽ ധൈര്യമായി പോകണം. മറ്റ് പ്രലോഭനങ്ങൾ നമ്മളെ വഴി തിരിച്ചുവിടാൻ സാധ്യതയുണ്ട്. അത് ലോക ലാഭങ്ങൾ ഉണ്ടാക്കുന്നതാവാം, പദവികളും ഒക്കെ നൽകുന്നതാവാം. എന്നാൽ നമ്മുടെ മാർഗം അതല്ല എന്ന് കർത്താവ് പഠിപ്പിച്ചു. അതുകൊണ്ട് നമുക്ക് കർത്താവിനെ കേന്ദ്രീകരിച്ച് യാത്ര തുടരാം. പ്രാർത്ഥിക്കാം. കരുണയുള്ള വാഴ്ത്തപ്പെട്ട കർത്താവെ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. അവിടുന്ന് രാജാവായി ഞങ്ങളിലേക്ക് എഴുന്നള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേവലം അത്ഭുതങ്ങൾക്ക് വേണ്ടിയും കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയുമല്ല, വിശ്വാസ സമർപ്പണത്തിൽ മുന്നേറാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കൃപയിലും കരുണയിലും ആശ്രയിക്കുന്നു. ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹവാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ്റെ കരുതലും വഴി നടത്തലും ഒപ്പമുണ്ടായിരിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുമ്പോൾ ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.